ചർച്ച ഇവിടെ നടന്നിരുന്നു. തീരുമാനങ്ങൾ എഴുതി പോയതാണ്. വീണ്ടും ഒരു വർഷം പിന്നിട്ട് വീണ്ടും ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ധാരണ പാലിച്ചില്ലെങ്കിൽ എന്താണ് മൊത്തത്തിലുള്ള പാലിക്കുമല്ലോ? ഒരു വർഷമല്ല 2 വർഷം മുമ്പ് ചർച്ച നടന്നാലും സാധാരണ ഇങ്ങനെയുള്ള വളരെ ഒരു വലിയ പ്രോജക്റ്റിനകത്ത് ചർച്ച വരും. ഇനി പാലിച്ചില്ല എന്ന് പാലിക്കും. എഗ്രിമെന്റ് ഈസ് എ കോൺട്രാക്ട്. എഗ്രിമെന്റ് ഈസ് എ കോൺട്രാക്ട് ഓൺലി വാലിഡ് ഫോർ 3 months. പാലിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. പാലിക്കും എന്നുള്ള ചിന്ത നമുക്കുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ ജടായുപ്പാറ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ബേസ്മെന്റ് ഉണ്ടാക്കിയ PT മാത്യു ചെറിയാണ്. സാർ, എന്താണ് സന്തോഷം തീരുമാനത്തിൽ? സാർ, എന്താണ് സാറിന്റെ അഭിപ്രായം? സന്തോഷം തന്നെയാണ്. നമുക്ക് നമ്മുടെ പൈസ കിട്ടുക, അതല്ലേ ഉള്ളു. തീർച്ചയായും വലിയൊരു പോരാട്ടം നടന്നിരുന്നു അല്ലേ? പോരാട്ടമൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ കിട്ടുക, അത്രയല്ലേ ഉള്ളൂ. ഒരു മാനസിക സംഘർഷം തീർച്ചയായിട്ടും ഇതിന്റെ ബേസ് ക്യാമ്പ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏറ്റവും വലിയൊരു കെട്ടിടം അല്ലെങ്കിൽ ജടായുപ്പാറ പ്രോജക്ട് ആരംഭിക്കുന്നതിന് വേണ്ടുന്ന ഒരു ഫണ്ട് അലോട്ട് ചെയ്ത വ്യക്തിയാണ് താങ്കൾ, ബഹുമാനപ്പെട്ട താങ്കൾ. അപ്പോൾ ഈ ഒരു 7 വർഷം വലിയ ഒരു കാലയളവല്ലേ? 7 വർഷം വലിയൊരു കാലയളവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. എന്നാലും ഇപ്പോൾ മാനസികമായിട്ടുള്ള സാറിന്റെ അവസ്ഥ എന്താണ്? മാനസികമായിട്ടുള്ള അവസ്ഥകളൊക്കെ വളരെ മോശമാണ്. എന്റെ അമ്മ മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു. ആ സമയങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു, നടന്നിട്ടില്ല ഒന്നും. സാർ, ഈ 10ാം തീയതി തുക ലഭിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് ഇടപെട്ടിരിക്കുന്നവരൊക്കെ ആ തരത്തിലുള്ളവരാണല്ലോ. സുഹാസ് ചേട്ടനും SHOയും നമ്മുടെ മോഹനും പിള്ളയും സാറും അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം ഇടപെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അത് തെറ്റിക്കാനായിട്ട് എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ഒരു മനുഷ്യന്റെ ദുഃഖത്തിന് മുന്നിൽ നിന്നു. തീർച്ചയായും സമരസമിതി നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഈ 10ാം തീയതി തുക ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. കരാറുകാരൻ PT മാത്യുവിനും അത് തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് B നേതാവ് ശശീരൻപിള്ള പ്രതികരിക്കുന്നു. ഇതിപ്പോ ശിവാസംപിള്ള ചേട്ടൻ പറഞ്ഞതുപോലെ 10ാം തീയതി അവർ എഗ്രി ചെയ്തിരിക്കുകയാണ്. PT മാത്യു സാറിന്റെ പൈസ കൊടുക്കാമെന്ന് എഗ്രി ചെയ്തിരിക്കുകയാണ്. അത് കൊടുക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട SHO ആണ് അതിന്റെ ചർച്ചയിൽ മുൻപന്തിയിൽ നിന്ന് ചർച്ച വിജയിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ CA ആണ്. അപ്പോൾ അത് കിട്ടും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം തന്നെയാണ്. ഇനി അത് നടന്നല്ലോ കാര്യം. ആ ഒരു മനുഷ്യന്റെ പൈസ പെട്ടെന്ന് കൊടുക്കത്തക്ക രൂപത്തിൽ എല്ലാ സർവകക്ഷി നേതാക്കളും, രായപ്പൻ സാബ്, അതുപോലെ തന്നെ മുസ്തഫ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ മടത്തി മോഹനുള്ള ഞാൻ, ശിവാസംപിള്ള ചേട്ടൻ, കോൺഗ്രസിന്റെ രാധാകൃഷ്ണൻ ചേട്ടൻ, എല്ലാവരും ഉണ്ടായിരുന്നു. പത്താം തീയതി PT മാത്യുവിന് തുക ലഭിക്കും, കരാർ തുക ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ സമരസമിതി നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കരാറുകാരനും ശുഭാപ്തി വിശ്വാസത്തോടെ ഗുരുചന്ദ്രിയ ബിൽഡേഴ്സിന്റെ ഓഫീസിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുകയാണ്. 10ാം തീയതി കരാറുകാരന് ഈ തുക ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തും എന്നുള്ളൊരു സൂചന കൂടി സമരസമിതി നേതാക്കൾ നൽകിയിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുവാൻ മാനേജ്മെന്റ് തയ്യാറാകട്ടെ എന്നാണ് അവർക്ക് പറയാനുള്ളത്. ഐക്യ ഹിന്ദുവേദിയുടെ പ്രതിനിധി ഈ തീരുമാനത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നു. ഞങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും ആ ചർച്ച തുടങ്ങിയത്. ഈ ചടയമംഗലത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും സീനിയർ പ്രതിനിധികൾ ഇവിടെ പങ്കെടുത്തു. എല്ലാവരും ഒത്തൊരുമയോടെ ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി പൈസ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചു. അതിൽ പോസിറ്റീവായിട്ട് തന്നെ ചർച്ച നടന്ന് യാതൊരു കുഴപ്പമുണ്ടായില്ല. 10ാം തീയതിക്കുള്ളിൽ തന്നെ പേയ്മെന്റ് നൽകും. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് തന്നെയാണ് ഈ മീറ്റിംഗ് ഞങ്ങൾ പിരിഞ്ഞ് പുറത്തിറങ്ങിയത്. ഓക്കെ, താങ്ക് യു. വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു ജടായുപ്പാറ ടൂറിസത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ PT തോമസിന്
PT മാത്യുവിന് ലഭിക്കേണ്ട തുക പല ഘട്ടങ്ങളിലായി പറഞ്ഞു എങ്കിലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ചടയമംഗലത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനവും സമരസമിതിയും ശക്തമായ സമരമുഖത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത് വളരെ സുഖകരമായ ഒരു വാർത്തയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ജഡായു ടൂറിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കുവാനും ചടയമംഗലത്തിൻ്റെ യശസ് ഉയർത്തുന്ന ഈ ടൂറിസം ശൃംഖലയെ ശക്തിപ്പെടുത്തുവാനും ഉതകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു.